കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായ ബാവലിക്കെട്ടിന് മുസ്ലിം കുടുംബം എത്തിയ ആ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ വിശദീകരണം. തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ബാവലിപ്പുഴയിൽ മുസ്ലിം കുടുംബം ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തിയത്. ദേവസ്വം പത്രക്കുറിപ്പിൽ ദേവസ്വം അവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ പ്രേക്ഷകർ ഇപ്പോൾ ഒരു കുറിപ്പ് കാണുന്നുണ്ട്. ഈ കുറിപ്പിൽ പറയുന്നത് ദേവസ്വം ഭാരവാഹികൾ അവരെ സ്വീകരിച്ചു എന്നാണ്. ഇത് ബാവലിക്കെട്ട് എന്ന് വിശേഷിപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് ബാവലിക്കെട്ടല്ല എന്ന് ദേവസ്വം അധികൃതർ തീർത്തു പറയുകയാണ്. ദേവസ്വത്തിന്റെ താൽക്കാലിക ജീവനക്കാരനടക്കം ഇതിന് കൂട്ടുനിന്നു എന്ന മട്ടിലാണ് പ്രചാരണം നടന്നത്. എന്നാൽ ഇത്തരത്തിൽ പ്രചാരണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കും എന്ന് കർശനമായ ദേവസ്വം പറയുന്നു. അവർ ചെയ്ത ചടങ്ങുകൾക്കൊന്നും അംഗീകാരമില്ല. ഈ അവകാശവാദക്കാരെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് കൊട്ടിയൂർ ദേവസ്വം. ഇവർ പുഴയിൽ ഇറങ്ങിയത് അനുവാദത്തോടെ അല്ല എന്ന് ദേവസ്വം പറഞ്ഞു. എന്തായാലും ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും കൊട്ടിയൂരിലെ ആചാരങ്ങളിൽ പങ്കുണ്ട്. അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ചരിത്ര രേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിൽ നീരെഴുന്നള്ളത്ത്, ബാവലിക്കെട്ട്, അങ്ങനെ 100 കണക്ക് ചടങ്ങുകളാണ് കൊട്ടിയൂരിൽ നടക്കുന്നത്. കൊട്ടിയൂരിൽ നടക്കുന്ന ഈ 100 കണക്ക് ചടങ്ങുകൾക്ക് കുറിച്യർ മുതൽ ബ്രാഹ്മണർ വരെ അവകാശികളാണ്. എന്നാൽ അവിടെയൊന്നും അന്യമതസ്ഥരായ ഒരു കുടുംബത്തെക്കുറിച്ചോ അന്യമതസ്ഥരെക്കുറിച്ചോ പരാമർശം കാണുന്നില്ല. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം നടക്കുന്നതിനിടെയാണ് വിവാദമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നത്. ഉത്സവം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് കർണാടക സ്വദേശിയായ ഷഹീൻ തെക്കീലും സംഘവും കൊട്ടിയൂരിലെത്തി ക്ഷേത്രം അധികൃതരെ കണ്ടു. എന്നാൽ യാത്രയുടെ ഉദ്ദേശം അവർ വെളിപ്പെടുത്തിയിരുന്നില്ല. കർണാടക മിനിമം വേജ് ബോർഡിന്റെ ചുമതല വഹിക്കുന്ന ആളാണ് ഷഹീൻ തെക്കീൽ. തുടർന്ന് ഷഹീൻ തെക്കീലും സംഘവും ബാവലിപ്പുഴയിൽ ഇറങ്ങി കല്ല് പെറുക്കി വെക്കുന്ന വീഡിയോ എടുക്കുകയും ഇത് പ്രാദേശിക മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിവരങ്ങൾ. പിന്നീട് ഈ വീഡിയോ കൊട്ടിയൂരിൽ മുസ്ലിം കുടുംബം ആചാരം പുനഃസ്ഥാപിച്ചു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി. ബാവലിക്കെട്ട് നടത്താനുള്ള അവകാശം ഷഹീൻ തെക്കീലിന്റെ കുടുംബത്തിനാണ് എന്ന തരത്തിലായിരുന്നു വീഡിയോയിലെ അവകാശവാദം. വീഡിയോ വ്യാപകമായതോടെയാണ് ദേവസ്വം ബോർഡ് പോലും ഇക്കാര്യങ്ങൾ അറിയുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ദേവസ്വം അധികൃതരുമായി ചർച്ച നടത്തിയ ശേഷമാണ് മുസ്ലിം കുടുംബം ചടങ്ങ് നടത്തിയത് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. തലശ്ശേരി സ്വദേശികളായ പൊന്നമ്പിലാത്ത് പാറപ്രവൻ മുസ്ലിം തറവാട്ടിലെ ഭാരവാഹികൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത് പരസ്യമായതോടെയാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ കൊഴുത്തത്. കർണാടക സ്റ്റേറ്റ് മിനിമം വേജസ് ബോർഡ് ചെയർമാനും ട്രസ്റ്റ് പ്രസിഡന്റുമായ ടി ഷാഹിദ് തെക്കീൽ, ട്രസ്റ്റ് സെക്രട്ടറി NA മായൻ എന്നിവരടങ്ങുന്ന സംഘമാണ് കൊട്ടിയൂരിൽ എത്തിയത്. കൊട്ടിയൂർ ദേവസ്വം അധികൃതരും ട്രസ്റ്റി ബോർഡും ഔദ്യോഗികമായി തന്നെ ഇവരെ സ്വീകരിക്കുകയുണ്ടായി. ട്രസ്റ്റിമാരായ തിട്ടയിൽ നാരായണൻ നമ്പ്യാർ, ആക്കൽ ദാമോദരൻ നായർ, ചാത്തോത്ത് സുബ്രഹ്മണ്യൻ മാസ്റ്റർ, കുളങ്ങരത്ത് കുഞ്ഞികൃഷ്ണൻ നായർ, ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇവർ ബാവലിപ്പുഴയോരത്തെത്തി പ്രതീകാത്മകമായി കരിങ്കല്ലെടുത്ത് തങ്ങളുടെ പഴയ ബാവലിക്കെട്ട് പാരമ്പര്യം അനുസ്മരിക്കുകയും ക്ഷേത്രത്തിൽ അന്നദാന വഴിപാട് നടത്തുകയും ചെയ്ത ശേഷമാണ് മലയിറങ്ങിയത്. ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും പറയുന്നതിനനുസരിച്ച് വൈശാഖോത്സവത്തിന് ബാവലിപ്പുഴയിൽ നിന്ന് സന്നിധാനത്തിലെ പ്രദക്ഷിണ വഴിയായി തിരുവഞ്ചിറയിലേക്ക് വെള്ളം തിരിച്ചുവിടുന്നതിനായി താൽക്കാലിക തടയിണ നിർമ്മിക്കുന്ന ചില ചുമതലകൾ മുൻകാലങ്ങളിൽ ഈ തറവാടിനുണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. കോട്ടയം കോവിലകത്തിന്റെ കീഴിലായിരുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഏതാണ്ട് 120 വർഷങ്ങൾക്ക് മുൻപ് വരെ അവകാശപ്രകാരം പാറപ്രവൻ തറവാട്ടുകാർ ഈ ചടങ്ങ് നടത്തിയിരുന്നതായി പറയപ്പെടുന്നു. പിന്നീട് ഈ തറവാട്ടിലെ കാരണവന്മാർ ഇത് നേരിട്ട് നടത്തുന്നത് നിർത്തലാക്കുകയും പകരം ഈ കെട്ട് നിർമ്മിച്ചിരുന്ന ആദിവാസികൾക്ക് അതിനുള്ള പ്രതിഫലം തറവാട്ടിൽ നിന്ന് നൽകി പോരുകയും ചെയ്തിരുന്നു എന്നാണ് നാട്ടിലെ ഐതിഹ്യം. ഈ പഴയ കുടുംബം മുൻപ് ജന്മി പാരമ്പര്യമുള്ള നായർ കുടുംബമായിരുന്നുവെന്നും പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചതാണ് എന്നുമുള്ള ചില പ്രാദേശിക വാദങ്ങളും നിലവിലുണ്ട്. ഇപ്പോൾ തറവാട് ട്രസ്റ്റിന്റെ തീരുമാനപ്രകാരമാണ് ഇവർ വഴിപാടുകൾ നടത്താനും സ്മരണ പുതുക്കാനും എത്തിയത് എന്നതാണ് മറ്റൊരു വിവരം. എന്നാൽ ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ രീതിയിലുള്ള സൈബർ യുദ്ധമാണ് നടന്നത്. ഈ സന്ദർശനത്തെ അനുകൂലിക്കുന്നവർ മലബാറിലെ പഴയകാല മതസൗഹാർദ്ദത്തിന്റെ മികച്ച ഉദാഹരണമായി ഇതിനെ ഉയർത്തിക്കാട്ടിയപ്പോൾ ശബരിമലയിലെ വാവർ സ്വാമിയും പള്ളിയിലെ ആചാരങ്ങളും പോലെ കേരളത്തിന്റെ മതേതര സംസ്കാരത്തിന്റെ ഭാഗമാണ് കൊട്ടിയൂരിലെ ഈ മുസ്ലിം തറവാടിന്റെ പാരമ്പര്യമെന്ന് ഇവർ വാദിച്ചു. എന്നാൽ ഈ നീക്കത്തിനെതിരെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ശബരിമലയിലെ വാവർ പാരമ്പര്യം പോലെ കൊട്ടിയൂരിലും പുതിയൊരു മതേതര കെട്ടുകഥ ഉണ്ടാക്കാനുള്ള ശ്രമമാണിതെന്നും അവർ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.